മകരവിളക്ക് ദർശനം പൂർത്തിയായതോടെ സന്നിധാനത്ത് തിരക്കൊഴിഞ്ഞു. മകരവിളക്കും മകരസംക്രമ പൂജയും കഴിഞ്ഞെങ്കിലും സന്നിധാനത്തെ പ്രധാന ചടങ്ങുകളായ വിളക്കിനെഴുന്നള്ളിപ്പ്, ഗുരുതി പൂജ ഇവ നടക്കുന്നു. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള മണിമണ്ഡപത്തിലാണ് മകരസംക്രമ ദിനം മുതൽ 5 ദിവസത്തേക്ക് കളമെഴുത്ത് നടക്കുന്നത്. അയ്യപ്പന്റെ ജീവസമാധിയായ മണിമണ്ഡപം വർഷത്തിൽ 6 ദിവസം മാത്രമേ തുറക്കൂ. 5 ദിവസം ഭഗവാൻ സമാധിയിൽ നിന്നും ഉണരുകയും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അയ്യപ്പസ്വാമി തപസ് അനുഷ്ഠിച്ച സമയത്ത് പൂജിച്ച ശ്രീചക്രങ്ങളിൽ പ്രധാനപ്പെട്ട ചക്രം മണിമണ്ഡപത്തിലാണ്. ഒന്ന് 18-ാം പടിയുടെ അടിയിലും ഒന്ന് ശ്രീകോവിലും സ്ഥാപിച്ചു എന്ന് വിശ്വാസം. അയ്യന്റെ ഓരോ ഭാവങ്ങളാണ് ഓരോ ദിവസവും കളമെഴുതുന്നത്. മാളികപ്പുറത്ത് കളമെഴുതിയതിനു ശേഷം എഴുന്നള്ളത്ത് സന്നിധാനത്ത് എത്തുന്നു. തിരിച്ചു മാളികപ്പുറത്തെത്തി കളം വായിക്കുന്നതോടെ ഒരു ദിവസത്തെ ചടങ്ങ് അവസാനിക്കും. അവസാന ദിവസമാണ് ഗുരുതി നടക്കുന്നത്. ശബരിമലയിൽ ഒരു വർഷമുണ്ടായ ചൈതന്യക്ഷതം പരിഹരിക്കുന്നതിന് രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ഗുരുതി പൂജ. ഗുരുതി കഴിഞ്ഞ് പുലർച്ചെ പന്തളം പ്രതിനിധി ദർശനം നടത്തുന്നതോടെ മണ്ഡലവിളക്ക്, മകരവിളക്ക് സീസൺ പൂർത്തിയാക്കി നട അടയ്ക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.